ദാസപ്പൻകുട്ടിയെ, അത് നകുലേന്റെ ഭാര്യ ഗംഗ ചേച്ചിയാ. ഹലോ. ഹലോ. ഫീസും ഞാൻ പിന്നാലെ വരണ്ടോ? അയ്യോ, പിന്നെ കൂടെ വന്ന് മനുഷ്യനെ പേടിപ്പിക്ക. എന്താ ബാസൂരെ? എന്താ വേണ്ടത്? എന്നാന്ന്? അയ്യേ, എന്താ അക്രമായി കാണിക്കണേ? ആരെങ്കിലും കണ്ട മാനം പോവില്ലേ? കാര്യം ഭാര്യയും ഭർത്താവാ. ഞാൻ വീട്ടിലേക്ക് വരാന്ന് പറഞ്ഞില്ലേ? ദേ ഉണ്ണിത്ത വാക്ക് പറഞ്ഞ വാക്ക വിടുന്ന്. നിനക്ക് എന്താ ബാസുര ഇത്ര പെട്ടെന്ന് ഇങ്ങനെ തോന്നാൻ? ആരെങ്കിലും കണ്ടാ പിന്നെ നമ്മൾ രണ്ടാളും ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല കേട്ടോ. ശ്രീദേവി, ശ്രീദേവിന്ന് പിടിച്ചു വലിക്കരുതെന്നേ. പിടിക്കേ, നീ എവിടേക്ക് എന്നെ കൊണ്ടുപോണേ? ഇതിന് എന്റെ പുസ്തകങ്ങളൊക്കെ ഭംഗിയായിട്ടൊന്ന് അടുക്കി വെക്കാൻ പറ്റിയൊരു മുറി വേണമല്ലോ അല്ലി. ഞാൻ ഇന്നലെ മുതൽ നോക്കുക. അതിനെന്താ, ഇവിടെ ഇല്ലേ ഇഷ്ടം പോലെ മുറികള്. ചേച്ചി വാ, ഞാൻ കാണിച്ചു തരാം. വെറും ഒരു മുറി പോരാ, എനിക്ക് ആ മാന്തോപ്പിലേക്ക് തുറക്കുന്ന ജനാലകളുള്ള മുറി വേണം. വാ, നമുക്കൊന്ന് നോക്കാന്നേ. ആരും ഇതുവഴിയൊന്നും വരാറേ ഇല്ല. ആണോ? വാ നോക്കാം. ചേച്ചി, ദേ ആ മുറി കറക്റ്റ് ആയിരിക്കും തോന്നുന്നു. ചേച്ചി, ദേ എന്തോ ജപിച്ചു കിട്ടിയിരിക്കുന്നു. ഇത് പൂട്ടിയിരിക്കുകയാണല്ലോ. സാരില്ല ചേച്ചി, അച്ഛന്റെ ഈ താക്കോല് കാണും. നമുക്ക് വാങ്ങിച്ചു തുറക്കാം. അമ്മാവനാന്ന് തോന്നുന്നു. വാ പോവാം. മോളിക്ക് വന്നേ. എവിടെയായിരുന്നു? വെറുതെ മോളില്. ഇതൊരു പഴയ തറവാടായതുകൊണ്ട് ഇവിടെ ചില വെച്ചാരാധനകളൊക്കെ ഉണ്ട്. ആ മുകളിലത്തെ നിലയിൽ തെക്കിനിയുടെ ഭാഗത്തേക്ക് അങ്ങനെ ഇങ്ങനെ ആരും പോകാറ് തന്നെ ഇല്ല. മന്ത്രവിധി പ്രകാരം ചിത്രപ്പൂട്ടിട്ട് പൂട്ടിയിരിക്കുന്ന മുറികളാണ് അവിടെ. ഇപ്പോഴും ആണ്ടുതോറും ദുർഗാഷ്ടമിക്ക് ചില ചടങ്ങുകളൊക്കെ നടത്തി ആ ചിത്രപ്പൂട്ടിൽ ബന്ധനത്തകിട് പൂജിച്ചു കിട്ടും. പണ്ടങ്ങോ ദുർമരണപ്പെട്ട രണ്ട് ആത്മാക്കളെ ആവാഹിച്ചിരുത്തിയിരിക്കുന്ന സ്ഥലമാ അത്. നിങ്ങൾ ചെറുപ്പക്കാർക്ക് ഇതൊന്നും വിശ്വാസം വന്നോളൊന്നില്ല. എന്നാലും മോള് ആ ഭാഗത്തേക്ക് ഇനി പോകണ്ടെന്ന് വെച്ചേക്കണം. ഇത് പറയാനാ ഞാൻ വന്നത്. നമ്മൾ എന്തിനാ വെറുതെ ചത്തുപോയവരോട് വാശി പിടിക്കുന്നത്?
ആരൊക്കെയാ ഈ ചത്തുപോയവര്? 150 വർഷങ്ങൾക്ക് മുമ്പാ. അന്ന് ഇവിടെ മൂപ്പ് ഭരിച്ചിരുന്ന പ്രതാപശാലിയായ ഒരു കാർന്നവരുണ്ടായിരുന്നു. ആ കാർന്നവര് തഞ്ചാവൂരിൽ നിന്നങ്ങാണ്ട് ഒരു നൃത്തക്കാരിയെ മേഡമെ കൊണ്ടുവന്ന് താമസിപ്പിച്ചു. നാഗവല്ലി എന്നായിരുന്നു ആ തമിഴത്തിയുടെ പേര്. തമിഴത്തി വേറൊരാളുമായിട്ട് സ്നേഹത്തിലായിരുന്നു. രാമനാഥന് പേരുള്ള ഒരു നൃത്തക്കാരനുമായിട്ട്. എന്തായാലും ഒരിക്കലും നാഗവല്ലിയെ തിരക്കി നമ്മുടെ തെക്കിനിയുടെ തൊട്ടപ്പുറത്തുള്ള വീടാ പടിപ്പുരയ്ക്കല്. എന്തിനു പറയുന്നു, കാർന്നോരെ എങ്ങനെയോ ഈ രഹസ്യങ്ങളൊക്കെ അറിഞ്ഞു. അന്ന് അർദ്ധരാത്രി നാഗവല്ലിയെ കാർന്നോരെ നമ്മുടെ തെക്കിനിലിട്ട് വെട്ടിക്കൊന്നുകളഞ്ഞു. 8ാം ദിവസം ദുർഗാഷ്ടമി രാത്രിയില് നാഗവല്ലിയുടെ പ്രേതാത്മാവ് ഒരു രക്തയക്ഷിയായിട്ട് മാറി കാർന്നവരെ കുത്തി കൊലപ്പെടുത്താൻ വേണ്ടി അറയ്ക്കകത്ത് വരെ കയറി ചെന്നാ പറയുന്നേ. കാർന്നവരെന്തൊക്കെയോ ഭയങ്കര മന്ത്രമൊക്കെ ചൊല്ലി ഒടുവിൽ രക്ഷപ്പെട്ടു. അതീ പിന്നെ നാഗവല്ലിയുടെ പ്രേതാത്മാവ് തീരാപ്പകയോടെ ഈ തറവാട്ടിലൊക്കെ അലഞ്ഞടക്കാൻ തുടങ്ങി. പിന്നെ ആലപ്പാറ പോറ്റിമാര് വന്ന് 61 ദിവസം മാന്ത്രിക ക്രിയകളൊക്കെ നടത്തിയിട്ടാ തമിഴത്തിയുടെ ആത്മാവിനെ ആ തെക്കിനി ബന്ധിച്ചത്. ആ പഴയ കാർന്നവരും അവസാനം വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്യായിരുന്നു. ആ ആത്മാവിനെ ഈ തെക്കിനിക്കകത്ത് തന്നെയാ ബന്ധിച്ചിരിക്കുന്നത്. ഇതൊക്കെ മുത്തശ്ശിമാര് പറഞ്ഞു കേട്ട കഥകളാണേ. സത്യം എന്താണെന്ന് ആർക്കറിയാം. ആ പിന്നെ ആ രാമനാഥൻ വന്ന് രഹസ്യമായിട്ട് താമസിച്ച വീട്ടില് ഇപ്പോഴാരാ താമസിക്കുന്നറിയാവോ? അല്ലിയുടെ ചെക്കനാ, ആ കോളേജ് ലെക്ചറർ. കൽക്കട്ടയിൽ വെച്ച് നകുലേട്ടന്റെ അമ്മ എന്നോട് പറയാറുണ്ട്, ഇവിടെ അമൂല്യങ്ങളായ ഒത്തിരി സാധനങ്ങളൊക്കെ കിടപ്പുണ്ടെന്ന്. ഞാൻ ഇവിടെ എല്ലാം അരിച്ചു പെറുക്കി നോക്കിയിട്ടും എന്തെങ്കിലും ഒരെണ്ണെങ്കിലും കാണണ്ടേ? എനിക്ക് തോന്നുന്നത് എല്ലാം പൂട്ടിയിട്ടിരിക്കുന്ന മുറിക്കകത്ത് കാണുമെന്നാ. വിലപിടിപ്പുള്ള സാധനങ്ങൾ കളവ് പോകാതിരിക്കാൻ പണ്ടാരോ ബുദ്ധിപൂർവ്വം ഉണ്ടാക്കിയതായി പ്രേതകഥയൊക്കെ. അപ്പൊ പിന്നെ പേടിച്ചിട്ട് ആരും തുറക്കില്ലല്ലോ. എന്തായാലും എനിക്ക് ആ മുറി ഒന്ന് തുറന്നു കാണണം. എന്താ നകുലേട്ടാ, ഞാൻ തുറന്നോട്ടെ? താൻ തുറക്കടോ. ചേച്ചി, പുതിയ താക്കോല് ഇപ്പഴാ ചന്തു കൊണ്ട് തന്നത്. ആരെങ്കിലും എതിർപ്പും കൊണ്ട് വരുന്നതിന് മുമ്പ് തുറന്നേക്കണേ. ഞാൻ പോട്ടെ, കോളേജിൽ പോണം. പിന്നെ വരേ. ഒരു മുறை വന്ന് പാരായോ പാരായോ വാസலை നാടി വാരായോ 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 தரிசனம் இன்று தாரா
വിലക്കപ്പെട്ട മുറിയായിരുന്നു അത്. തെക്കിനി പുതിയ താക്കോല് പണിയിപ്പിച്ചെന്ന് കേട്ടാ ഞാൻ ഓടി വന്നത് തുറക്കരുതെന്ന് പറയാൻ. അപ്പോഴേക്കും അച്ഛനും ഒക്കെ ഇത്രയ്ക്ക് പറഞ്ഞ സ്ഥിതിക്ക് ഇതിപ്പോ വേണ്ടിയിരുന്നില്ല ഗംഗേ. ഇനിയിപ്പോ എന്തൊക്കെയാ വരുന്നതെന്ന്. താമസിക്കുന്ന വീട്ടിലൊരു മുറി തുറന്നു വെച്ചിട്ട് ഇത്രയ്ക്കൊക്കെ പേടിക്കുന്ന എന്തിനാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ചേച്ചിക്ക് ഇതിലൊക്കെ വിശ്വാസമുണ്ടോ? എങ്ങനെ വിശ്വസിക്കാതിരിക്കുന്നത്? അറിഞ്ഞോ, ആ താക്കോല് പണിഞ്ഞ കൊല്ലം കിടപ്പായിന്ന് ദേഹത്താകെ പൊങ്ങിയിട്ടുണ്ടെന്നാ കേട്ടത്. പിന്നെ താക്കോല് പണിയിക്കാൻ പോയ ആ പയ്യനില്ലേ, ചന്തുവിന്റെ കൂട്ടുകാരൻ ബിച്ചു, അവനും പനിച്ചു തുടങ്ങിന്ന്. ഇനിയിപ്പൊ ഞാനും ചന്തുവും കൂടെ കുറച്ചു നാളത്തേക്ക് ഇങ്ങോട്ടാക്കാൻ താമസം. അല്ലാതെ എങ്ങനെയാ? ഈ ചെകുത്താങ്കോട്ടയ്ക്കകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും വന്നാ കൂട്ടിനാരെങ്കിലും വേണ്ടേ? വരികയാണെങ്കിൽ എല്ലാവർക്കും കൂടെ അനുഭവിക്കാം. ഈ പ്രായശ്ചിത്ത കർമ്മം നടത്തി കുംഭം കൊണ്ടുവന്ന് മാടമ്പള്ളി തെക്കിനി സ്ഥാപിച്ച് വാതില് രക്ഷാത്തകടിട്ട് ബന്ധിക്കുന്നത് വരെ എനിക്കൊരു സ്വസ്ഥതയില്ല. മുൻകൂർ ഒരു കാര്യം പറഞ്ഞേക്കാം, ചിറ്റപ്പ അത് പറ്റത്തില്ല എന്ന് മിണ്ടിയേക്കരുത്. ഞങ്ങള് പറയണത് അക്ഷരം മൃതിയുടെ അനുസരിച്ചാ മതി. എന്താ എന്താ കാര്യം? ഗംഗയും നഗലൻകുട്ടിയും ഇന്ന് തന്നെ ഇവിടുന്ന് താമസം മാറ്റണം. എന്തിന്? എന്തൊക്കെയോ ദോഷങ്ങളുള്ള വീടാ നഗലൻകുട്ടി ഇത്. ഇനി ഇപ്പൊ പരീക്ഷിക്കാനൊന്നും നിൽക്കണ്ട. വേണ്ട പരിഹാരം ഒക്കെ ചെയ്തിട്ട് മതി ഇനി ഇവിടുത്തെ താമസം. നോക്ക്, ശാരദ ചേച്ചിയുടെ സ്ഥാനത്ത് നിന്ന് ഗുണദോഷിക്കാൻ ഇന്നിവിടെ ഞാൻ മാത്രല്ലേ ഉള്ളൂ. നിങ്ങളോടെല്ലാം വേറൊരു കാര്യം പറയണമെന്ന് ഞാൻ ആലോചിക്കുകയായിരുന്നു. താനൊന്നും പറയണ്ട, ഞങ്ങൾ പറയുന്ന അങ്ങോട്ട് കേട്ടാ മതി. തർക്കിച്ചു നിൽക്കാനുള്ള സമയമല്ല ഇത്. അമ്മാവ, നിങ്ങളൊക്കെ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഞാനൊന്ന്. ഗംഗയില്ലേ ഇത്? എന്തു പറ്റി? ഗംഗേ, സാരിയെല്ലാം കത്തി. ഗംഗേ, ഗംഗേ, ഗംഗേ. ഗംഗേ, 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 എന്തു പറ്റി? എന്തു പറ്റി? വേണ്ട വേണ്ട, കിടന്നോളൂ. എന്താ പറ്റി? എന്തു പറ്റി? എങ്ങനെയാണെന്ന് എനിക്കറിയില്ല നകുലേട്ടാ. സാരിത്തുമ്പോ കൊറേ കത്തി കഴിഞ്ഞിട്ടാ ഞാൻ അറിയുന്നത്. എവിടെ വെച്ചായിരുന്നു? ഞാൻ അടുക്കളയിലോട്ട് പോയിട്ടേ ഇല്ല, വരാന്തയില് നിൽക്കായിരുന്നു. വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നോ? വേറെ ആരുമില്ലായിരുന്നു, ഞാനും ശ്രീദേവിച്ചി മാത്രം. ഇപ്പൊ അങ്ങനെയുണ്ട്.
എനിക്കൊന്നുമില്ല, നഗലേട്ടൻ പൊയ്ക്കോളൂ. അല്ലി, ഒരു സാരി എടുത്ത്. അമ്മാവനും നിങ്ങൾ വന്നേ. എന്താണോ? ഞാൻ ചോദിക്കുന്നോണ്ട് അമ്മാവനൊന്നും തോന്നരുത്. എനിക്ക് ചില സംശയങ്ങളൊക്കെ തോന്നി. അതിവിടെ അമ്മാവനോടല്ലാതെ വേറെ ആരോടാണ് ഞാൻ പറയേണ്ടത്? താൻ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. കാര്യം തുറന്നു പറയടോ. ഞാൻ അമ്മാവനോട് ചോദിക്കുന്നത്, ശ്രീദേവിക്ക് ഇതിനു മുമ്പ് ഇങ്ങനെ വല്ല മാനസിക പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ടോന്ന്. അല്ല, അമ്മാവൻ എപ്പോഴെങ്കിലും അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ തുറന്നു പറയണം. നമുക്ക് നല്ലൊരു സൈക്കാട്രിസ്റ്റിനെ കാണിക്കാൻ. താൻ എന്തുവാടോ ഈ പറയുന്നേ? താനും തന്റെ ആ പരിഷ്കാരി പെണ്ണും കൂടെ ഇവിടെ കാണിച്ച നിഷേധത്തിന്റെ ദുശ്ശകനങ്ങളാണോ ആ കണ്ടതൊക്കെ? അത് ശ്രീദേവി എന്തിനാ ചികിത്സിക്കുന്നേ? ഇന്നലെ രാത്രി ഇവിടെ ചില സംഭവങ്ങളൊക്കെ നടന്നു. താൻ അറിഞ്ഞോ? താനൊന്നും സമ്മതിക്കാതെന്ന് എനിക്കറിയാം. അതുകൊണ്ടാ ആരും അറിയാതെ ഒരു കർമ്മം നടത്തി ആ തെക്കിന് ബന്ധിക്കണമെന്ന് വെച്ച് ഇന്നലെ അർദ്ധരാത്രി ഞങ്ങളവിടെ വന്നത്. ഞങ്ങൾ അവിടെ കണ്ട കാഴ്ച എന്താണെന്ന് എനിക്കറിയോ? പറഞ്ഞാൽ താൻ വിശ്വസിക്കുവോ? എടോ, തെക്കിനിയിലെ തമിഴത്തിയെ ഞങ്ങൾ നേരി കണ്ടടോ. ദാസപ്പനും കാട്ടുപറമ്പനും ഒക്കെ സാക്ഷികളാ. ഓ, അപ്പൊ കാണുകയും ചെയ്തു. ഇനിയിപ്പോ സംശയം വേണ്ട. ഇവിടുള്ള എല്ലാവർക്കും എന്താ പറയാ? താൻ എന്തുവാടോ തലയും വാലും ഇല്ലാതെ പിന്നെ ഓരോന്നൊക്കെ പറയുന്നത്? ശ്രീദേവിക്ക് എന്തോ പറ്റിയെന്നാ? എടോ, ഈ തറവാട്ടിൽ തലമൂത്ത ആളെന്നുള്ള നിലയ്ക്ക് എനിക്കിവിടെ ചില കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അത് കഴിഞ്ഞ് താൻ അവിടെ താമസിച്ചാൽ മതി. താൻ ഇന്ന് തന്നെ ഇവിടുന്ന് ഇറങ്ങുന്നോ ഇല്ലയോ ഇപ്പൊ അറിയണം. ഇല്ല, ഞാനും ഗംഗ ഇവിടുന്ന് മാറുന്ന പ്രശ്നമില്ല. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അമ്മാവൻ എന്താ വെച്ചാൽ അങ്ങ് ചെയ്തോളൂ. പക്ഷെ ശ്രീദേവിയുടെ കാര്യത്തിൽ ഞാനും ചിലതൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്.